നമസ്കാരം. പ്രധാന വാർത്തകൾ. എന്നെ ചില കാര്യങ്ങളിൽ അനുകരിക്കാതിരിക്കുക. നിറഞ്ഞ സദസ്സിൽ പാടി വേടൻ. ചില കാര്യങ്ങളിൽ കുട്ടികൾ തന്നെ അനുകരിക്കരുതെന്ന് ഇടയ്ക്കിടെ പരിപാടിക്കിടെ റാപ്പർ വേടൻ. ഒറ്റയ്ക്കാണ് വളർന്നത്. എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല. എൻ്റെ നല്ല ശീലങ്ങൾ കണ്ടുപഠിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നന്ദിയെന്നും വേടൻ പറഞ്ഞു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് നന്ദിയെന്നും വേടൻ പരിപാടിക്കിടെ പറഞ്ഞു. തിങ്ങി നിറഞ്ഞ സദസ്സിൽ ആയിരങ്ങളാണ് പരിപാടി കാണാൻ എത്തിയത്. മന്ത്രിമാരായ KN ബാലഗോപാലും റോഷി അഗസ്റ്റിനും പരിപാടിയിൽ പങ്കെടുത്തു. സർക്കാരും പൊതുജനങ്ങളും വേടനൊപ്പമാണെന്നും മന്ത്രിമാർ പറഞ്ഞു. എന്നെ കാണാൻ വന്നവർക്കും നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിനോടും നന്ദിയുണ്ട്. വേടൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല. വേടൻ ഒരു പൊതുസ്വത്താണ്. നിങ്ങൾക്ക് ഞാൻ ചേട്ടനാണ്, അനിയനാണ്. ഞാൻ നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്വാധീനമുണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്. എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റിയത് നിങ്ങളുള്ളതുകൊണ്ടാണ്. ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ, വേടൻ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പറഞ്ഞു. കൊല്ലം മൈലക്കാട് വള്ളം മറിഞ്ഞ യുവാവ് മരിച്ചു. തഴുത്തല സ്വദേശി സാജനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഇയാൾക്കൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന ബാബു, ഷിബു എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. ഇത്തിക്കര ആറിന്റെ കൈവഴികളിലൊന്നായ മൈലക്കാട് ആലുംകടവ് ഭാഗത്താണ് അപകടം നടന്നത്. തെങ്ങുകളിൽ നിന്ന് വെള്ളത്തിൽ വീഴുന്ന ഓലയും മടലും ശേഖരിക്കാനാണ് 3 പേരും കൊതുമ്പ് വള്ളത്തിൽ യാത്ര ചെയ്തത്. ഭാരം താങ്ങാനാകാതെ വള്ളം മറിയുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘം എത്തിയാണ് സാജന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രിയങ്ക ഗാന്ധി മടങ്ങിയതിന് പിന്നാലെ പരസ്പരം കൊമ്പുകോർത്ത് കോൺഗ്രസുകാർ. തമ്മിലടി. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കൊമ്പുകോർത്തു. കോഴിക്കോട് DCC ഓഫീസിന് മുന്നിലാണ് സംഭവം. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു സംഭവം. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെത്തിയ സമയത്ത് ചില നേതാക്കളെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാണ് തർക്കമുണ്ടായത്. ചേരിതിരിഞ്ഞ് കൊമ്പുകോർത്ത പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ ഇടപെട്ടാണ് ശാന്തരാക്കിയത്. മാവേലിക്കരയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണം. ട്യൂഷന് പോകാൻ ബസ് കാത്തുനിന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്യസംസ്ഥാന തൊഴിലാളി കടന്നുപിടിച്ചത്. തെക്കേക്കര ചൂരല്ലൂർ സ്വദേശിനിയായ കുട്ടി ചൂരല്ലൂർ അനാഥശാലയ്ക്ക് സമീപത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം ആക്രി ശേഖരിച്ച് ഇതുവഴി വന്ന പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുകുൾ ഷെയ്ഖ് കുട്ടിയെ കടന്നുപിടിക്കുകയായിരുന്നു. ശക്തമായി പ്രതിരോധിച്ച കുട്ടി ഇയാളെ കീഴ്പ്പെടുത്തിയ ശേഷം ആളുകളെ വിളിച്ചുകൂട്ടി. തുടർന്ന് കുറത്തിക്കാട് പോലീസ് എത്തി അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. നിസ്സാര പരിക്കേറ്റ കുട്ടി രക്ഷകർത്താക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി. 5 ദിവസം മുമ്പ് ഒരു സുഹൃത്തിനൊപ്പമാണ് മുകുൾ ഷെയ്ഖ് കേരളത്തിലെത്തിയത്. പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അപകീർത്തി കേസ്. ഷാജൻ സ്കറിയ അറസ്റ്റിൽ. മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയ കസ്റ്റഡിയിൽ. മാഹി സ്വദേശിയായ യുവതി നൽകിയ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതായാണ് വിവരം. തനിക്കെതിരെ വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നും അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുമെന്നുമാണ് യുവതി പരാതി നൽകിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് അല്പസമയം മുമ്പ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഷാജൻ സ്കറിയക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് വിവരം. അതിനാൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യത്തിന് അപേക്ഷിക്കാനാവൂ.